ട്രിപ്പിൾ സാൻ ഓർവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണേ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു. മോനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ഇന്ന് ഇളയ മോൻ പോയിട്ടില്ല കേട്ടോ സ്കൂളിൽ. അവന് പനിയാണ്. ഇന്ന് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നതുകൊണ്ട് കിച്ചണിലെ ജോലിയൊക്കെ കുറച്ച് പാടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, മെഴുകുതിരിയുമായിട്ട് നടക്കണമല്ലോ. നമ്മുടെ മക്കൾക്കൊക്കെ അസുഖം വരുമ്പോൾ നമുക്കെല്ലാം ആ ദിവസത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ചിട്ടയില്ലാതെ പോകാറുണ്ടല്ലേ. എൻ്റെ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. രാവിലെ മൂത്ത മോനെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം അപ്പൂനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ക്ലീനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. പുറത്ത് ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ ഇതിനിടയ്ക്ക് ടാങ്കിലെ വെള്ളമൊക്കെ തീരാറായി. അപ്പോൾ പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മോട്ടോർ ടാങ്ക് നിറയ്ക്കാൻ പറ്റില്ലല്ലോ, മോട്ടറിട്ട് ടാങ്കൊന്നും നിറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളെ കഴുകി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി പാത്രങ്ങളൊക്കെ പിന്നെ 3 മണിക്ക് ശേഷം കറണ്ട് വന്നതിന് ശേഷം മോട്ടറൊക്കെ ഇട്ടതിന് ശേഷമാണ് നമുക്ക് പാത്രം കഴുകാൻ പറ്റിയത്. അപ്പോൾ ഈ വലയഴിക്കുന്ന മോപ്പ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് ഫാനൊക്കെ വൃത്തിയാക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഇതുകൊണ്ട് ഫാൻ വൃത്തിയാക്കുമ്പോൾ വൃത്തിയാകാത്തതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ലാഡറിൽ കയറി ക്ലീൻ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഫാനൊക്കെ വൃത്തിയാക്കാൻ ചേട്ടനായിരുന്നു സഹായിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നല്ലോ മക്കളൊക്കെ. അപ്പോൾ സ്കൂളിൽ മക്കളുടെ കാര്യം നോക്കാനും ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ മക്കൾക്ക് എല്ലാവരും സ്കൂളിലൊക്കെ പോയതിന് ശേഷം നമുക്ക് പിന്നെ വീട്ടിൽ ക്ലീനിങ്ങിനൊക്കെ സമയം കിട്ടാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാലും ചേട്ടൻ ഉള്ള സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ കണ്ടില്ലേ, ഈ മോപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ തുടയ്ക്കാനും പൊടിയൊക്കെ തട്ടാനും ഒക്കെ പറ്റും. അപ്പോൾ മക്കൾ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കാർഡ്ബോർഡോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ടിട്ടിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. അതിനൊക്കെ ശേഷം ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അതിൻ്റെ ഈ അഴികളൊക്കെ ചെറിയ അഴികളായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി കൈ ഇട്ട് ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ കോളിൻ യൂസ് ചെയ്താണ് ഇതിൽ നമ്മൾ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പുറത്തിപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ ഇന്ന് തോർന്നിട്ടില്ല. മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലായിടവും ക്ലീനൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞതാ തൂക്കുകയാണ്. തൂത്ത് ചവറെല്ലാം തൂത്ത് മാറ്റുകയാണ്. പിന്നെ അത് എൻ്റെ മക്കളുടെ സ്റ്റഡി ടേബിൾസ് ആണ്. ഈ സ്റ്റഡി ടേബിളിലാണ് മക്കൾ ബുക്കൊക്കെ വയ്ക്കാറുള്ളത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.